സ്കാറിൻ്റെ കയ്യിൽ നിന്നും എഡ്വേർഡ് വിൻട്രിയെ രക്ഷിച്ചുവെങ്കിലും വിൻട്രി എപ്പോഴും ആ ഷോക്കിൽ നിന്നും വിട്ടുമാറിയിരുന്നില്ല. അൽഫോൺസ് സ്കാറിനെ ഫൈറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എഡ്വേർഡ് അവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും മിലിറ്ററി അവിടെ എത്തി. വിൻട്രിയെ സുരക്ഷിതമായി അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് എഡ്വേർഡ് നേരെ അൽഫോൺസിൻ്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങി. വിൻട്രി അവനെ തടയാൻ നോക്കിയെങ്കിലും ഞാൻ ഉടനെ തിരിച്ചു വരാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിട്ട് അവൻ ദൂരേക്ക് ഓടി മറഞ്ഞു. ഫുൾമെറ്റൽ ആൽക്കമിസ്റ്റും അവൻ്റെ ഫ്രണ്ട് വിൻട്രിയും സെക്ടർ 8-ലുണ്ടെന്ന ന്യൂസ് മിലിറ്ററി റേഡിയോ വഴി എല്ലാവരും അറിഞ്ഞു. ലെഫ്റ്റനൻറ്റ് ഫ്യൂരിയുടെ മുറിയിലിരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മസ്താങ്ങിന് തൻ്റെ പ്ലാനിൻ്റെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ സമയമായി എന്ന് മനസ്സിലായി. അവൻ ലെഫ്റ്റനൻറ്റ് ഹോക്കയോട് കളത്തിലിറങ്ങാൻ പറഞ്ഞു. അവൾ പോകും മുൻപേ മസ്താങ് അവൾക്കൊരു പേപ്പർ കൊടുത്തു. എല്ലാം കഴിയുമ്പോൾ മീറ്റ് ചെയ്യേണ്ട സീക്രട്ട് ബേസിൻ്റെ അഡ്രസ്സായിരുന്നു അത്. അതും വാങ്ങിക്കൊണ്ട് റിസ അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയം നമ്മുടെ ലിങ്ങും ലാൻഫാനും ഇപ്പോഴും ബ്രാഡ്ലിയുടെ മുന്നിൽ ലോക്കായിട്ട് നിൽക്കുവാണ്. ലാൻഫാനെയും ചുമന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായ ലിങ് ഒരു ഗ്രനേഡ് എടുത്ത് അവരുടെ നേരെ എറിഞ്ഞിട്ട് അത് പൊട്ടിത്തെറിച്ച ഗ്യാപ്പിൽ അവിടുത്തെ ജനലും പൊട്ടിച്ച് ചാടി രക്ഷപ്പെട്ടു. അതോടെ ബ്രാഡ്ലിക്ക് നല്ല ദേഷ്യം വന്നു. ഒരു കാരണവശാലും ലിങ് രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ച ബ്രാഡ്ലി അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. മുറിവ് പറ്റിയ ലാൻഫാനെയും തോളിൽ ചുമന്നുകൊണ്ട് ലിങ്ങിന് അത്ര പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ബ്രാഡ്ലി ഗ്ലട്നിയോട് അവരെ തേടിപ്പിടിച്ച് കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ലിങ് സിറ്റിയിലെ ആളൊഴിഞ്ഞ ഇടനാഴികളിലൂടെ ലാൻഫാനെയും ചുമന്നുകൊണ്ട് ഓടുകയാണ്. പക്ഷേ അവൻ്റെ ലൊക്കേഷൻ മണത്ത് കണ്ടുപിടിച്ച ഗ്ലട്നി അവരുടെ തൊട്ട് പിന്നിലെത്തി. ഇതേസമയം ലാൻഫാൻ്റെ ചോരത്തുള്ളികൾ പിന്തുടർന്ന ബ്രാഡ്ലിയും ആ തെരുവിലെത്തി. ഇനി ലിങ്ങിൻ്റെ കാര്യം ഞാൻ ഏറ്റുവെന്ന് പറഞ്ഞിട്ട് ബ്രാഡ്ലി ഗ്ലട്നിയെ സ്കാറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അയാൾ ലിങ് ഓടിയ ദിശയിലേക്ക് നടന്നു. ലിങ് അപ്പോഴും ലാൻഫാനെയും ചുമലിൽ വെച്ചുകൊണ്ട് മരണവെപ്രാളത്തിൽ ഓടുകയാണ്. ഓടി ഓടി അവനാകെ തളർന്നു പോയിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട ലാൻഫാൻ ലിങ്ങിനോട് തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അല്ലെങ്കിൽ ബ്രാഡ്ലി തങ്ങളെ രണ്ടുപേരെയും കൊല്ലുമെന്ന് അവൾക്കറിയാമായിരുന്നു. ലാൻഫാൻ എത്ര കെഞ്ചിയിട്ടും അവളെ അവിടെ ഇട്ടിട്ട് പോകാൻ ലിങ് തയ്യാറായില്ല. താൻ കാരണം ലിങ് മരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച ലാൻഫാൻ തൻ്റെ കുനായി പുറത്തെടുത്തു. അതവൾ അവളുടെ സ്വന്തം ശരീരത്തിന് നേരെ പിടിച്ചിരിക്കുന്നത് കണ്ട ലിങ് ഞെട്ടിപ്പോയി. അത് ചെയ്യരുതെന്ന് അവൻ അലറി. പക്ഷേ അവസാനമായി ലിങ്ങിനോട് ക്ഷമ ചോദിച്ചിട്ട് ലാൻഫാൻ ആ കുനായി സ്വന്തം ശരീരത്തിൽ കുത്തിയിറക്കി. ഈ സമയം കൊണ്ട് നമ്മുടെ അൽഫോൺസ് സ്കാറിനെ ചേസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിരുന്നു. അവൻ സ്കാറിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സ്കാറിന് അവനോട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ആൽക്കമി കാരണമാണ് അൽഫോൺസിൻ്റെ ശരീരം നഷ്ടമായതെന്ന് മനസ്സിലാക്കിയ സ്കാർ അൽഫോൺസിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ നിർത്താൻ നോക്കി. എന്നാൽ സ്കാറിൻ്റെ ആ ഐഡിയ അൽഫോൺസിൻ്റെ അടുത്ത് ചിലവായില്ല. സ്കാറിനെ പിടിക്കാൻ തന്നെ അൽഫോൺസ് തീരുമാനിച്ചു. പണി പാളിയെന്ന് മനസ്സിലാക്കിയ സ്കാർ അവിടെ വീണുകൊണ്ടിരുന്ന വെള്ളത്തിൽ ആൽക്കമി യൂസ് ചെയ്ത് നീരാവി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മറവിൽ കൂടി അൽഫോൺസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ കൃത്യസമയത്ത് അവിടെ എത്തിയ എഡ്വേർഡ് അവനെ ചവിട്ടി ദൂരെ എറിഞ്ഞു. വിൻട്രിയെ കരയിച്ചതിൻ്റെ കലിപ്പ് എഡ്വേർഡിന് അവനോടുണ്ടായിരുന്നു. അങ്ങനെ ബ്രദേഴ്സ് രണ്ടുപേരും കൂടി സ്കാറിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിന്നപ്പോഴേക്കും പെട്ടെന്ന് ഗ്ലട്നി അങ്ങോട്ടേക്ക് ചാടി വന്നു. സ്കാറിനെ തിന്നാനാണ് അവൻ വന്നിരിക്കുന്നത്. അവനെ കണ്ട സ്കാർ ആകെ ഞെട്ടിപ്പോയി. ഗ്ലട്നിയുടെ വായിലെ ടാറ്റു കണ്ട ബ്രദേഴ്സിന് അവനൊരു ഹൊമങ്കിലസ് ആണെന്ന് മനസ്സിലായി. ഹൊമങ്കിലസിനെ പിടിക്കാൻ പോയ ലിങ് എവിടെ പോയി എന്നോർത്ത് എഡ്വേർഡ് ആകെ കൺഫ്യൂസായി. ഇതേസമയം സിറ്റിയുടെ ഇടനാഴികളിലൂടെ ലാൻഫാനിൻ്റെ ചോരയും ട്രാക്ക് ചെയ്ത് നടക്കുകയാണ് കിങ് ബ്രാഡ്ലി. ചോരപ്പാടുകൾ ഒരു ഡെഡ് എൻഡിലേക്ക് കയറിയിരിക്കുന്നുവെന്ന് കണ്ട ബ്രാഡ്ലി ലിങ്ങിനെ കൊല്ലാൻ വേണ്ടി വാളൂരി റെഡിയായി. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ് ബ്രാഡ്ലി അവിടെ കണ്ടത്. ലിങ്ങിനും ലാൻഫാനും പകരം അവിടെ ഉണ്ടായിരുന്നത് ഒരു നായയായിരുന്നു. അതിൻ്റെ ദേഹത്ത് ലാൻഫാൻ്റെ ചോരയൊലിക്കുന്ന കൈ കെട്ടിവച്ചിട്ടുണ്ട്. ഇത്രയും നേരം താൻ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് ബ്രാഡ്ലിക്ക് മനസ്സിലായി. ഇതേസമയം സിറ്റിയുടെ അണ്ടർഗ്രൗണ്ടിലെ അഴുക്കുചാലിനടുത്തായിട്ട് നമ്മുടെ ലാൻഫാൻ സേഫായിട്ട് നിൽപ്പുണ്ട്. ഒരു കൈ മുറിച്ച് കളയേണ്ടി വന്നുവെങ്കിലും ബ്രാഡ്ലിയുടെ കയ്യിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടാൻ പറ്റിയതിൽ അവൾ ആശ്വസിച്ചു. അപ്പോൾ സിറ്റിയുടെ മറ്റൊരു സൈഡിൽ നമ്മുടെ ബ്രദേഴ്സും സ്കാറും ഗ്ലട്നിയും ചേർന്ന് ഒരു കിടു ഫൈറ്റിന് റെഡിയായി നിൽക്കുവാണ്. ഗ്ലട്നി സ്കാറിനെ തിന്നാൻ ചാടി വന്നതും സ്കാർ അവനെ പിടിച്ച് നിലത്തിട്ട് അവൻ്റെ ശരീരം ആൽക്കമി കൊണ്ട് തകർക്കാൻ നോക്കി. പക്ഷേ ആ അറ്റാക്ക് ഗ്ലട്നി കേറ്റില്ല. അവൻ സ്കാറിനെ ഇടിച്ച് ചുവരിൽ ചേർത്തു. തൊട്ടടുത്ത നിമിഷം ബ്രദേഴ്സ് ചേർന്ന് ഗ്ലട്നിയെ ചവിട്ടി എറിഞ്ഞു. അങ്ങനെ 3 പേരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അണ്ടർഗ്രൗണ്ടിൽ നിന്നും നമ്മുടെ ലിങ് അങ്ങോട്ടേക്ക് ചാടി വന്നു. അവൻ്റെ എൻട്രി കണ്ട് എല്ലാവരും വായും പൊളിച്ച് നിന്ന നേരം കൊണ്ട് ലിങ് നേരെ ഗ്ലട്നിയുടെ മണ്ടയ്ക്ക് കയറി. അവൻ്റെ വാക്യകത്തേക്കൊരു ബോംബിട്ടിട്ട് എല്ലാവരോടും മാറി നിൽക്കാൻ ലിങ് അലറി. എല്ലാവരും അവിടെ നിന്ന് ചാടി മാറിയ അടുത്ത സെക്കൻഡിൽ ഗ്ലട്നിയുടെ ദേഹം പൊട്ടിച്ചിതറി. 4 പാടും ചിതറി വീണ ഗ്ലട്നിയുടെ ശരീരഭാഗങ്ങൾ പതുക്കെ പൊടിഞ്ഞു പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. ഇതേ സമയം അവൻ്റെ ശരീരം വീണ്ടും പഴയതുപോലെ ആകാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ലിങ് എഡ്വേർഡിനോട് കുറച്ച് സ്റ്റീൽ വയർ സംഘടിപ്പിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ എഡ്വേർഡ് തൊട്ടടുത്ത് കിടന്ന റെയിൽവേ ട്രാക്കിൽ നിന്നും സ്റ്റീൽ വയർ ട്രാൻസ്മ്യൂട്ട് ചെയ്ത് ലിങ്ങിന് കൊടുത്തു. തൊട്ടു പിന്നാലെ ലിങ് ആ വയർ കൊണ്ട് ഗ്ലട്നിയുടെ റീജനറേറ്റ് ആവുന്ന ശരീരത്തിനെ വരിഞ്ഞ് മുറുക്കി കെട്ടി. ഗ്ലട്നി മുഴുവനായും ഹീലായപ്പോഴേക്കും അവൻ്റെ സൈസ് കൂടിയത് കാരണം ഒന്നനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ ആ കെട്ടിനുള്ളിൽ ലോക്കായി. അങ്ങനെ ഹൊമങ്കിലസിനെ പിടിക്കാനുള്ള അവരുടെ മിഷൻ സക്സസ് ആയി. പെട്ടെന്ന് ലെഫ്റ്റനൻറ്റ് ഹോക്കൈ ഒരു കാറും കൊണ്ട് അവിടെ എത്തി. വന്ന പടയെ അവൾ സ്കാറിനെ കാലിൽ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി.
ഹൊമങ്കുലസിനെ കെട്ടിവച്ചിരിക്കുന്ന ലിങ്ങിനെ കണ്ടപ്പോൾ അവൾ അവനോട് അതിനെയും കൊണ്ട് കാറിലേക്ക് കയറാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ ലിങ് ഗ്ലഡ്നിയെയും എടുത്തുകൊണ്ട് കാറിൽ ചാടിക്കയറി. ഇതെല്ലാം കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് നമ്മുടെ ബ്രദേഴ്സ്. ഹോക്കൈ വേഷം മാറി വന്നതുകൊണ്ട് ആദ്യം അവളെ അവർക്ക് മനസ്സിലായിരുന്നില്ല. ഒടുവിൽ ആളെ മനസ്സിലായ ഉടനെ അവർ അവളോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും ഹോക്കൈ അവരോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. കാരണം അപ്പോഴേക്കും മിലിറ്ററി അവിടെ എത്തിയിരുന്നു. മിലിറ്ററിയുടെ മുന്നിൽ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ പ്ലാനിങ് മൊത്തം പൊളിയുമെന്നറിയാമായിരുന്ന ഹോക്കൈ ഉടൻ തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി. ഹോക്കൈ പോയ ഉടനെ ബ്രദേഴ്സ് രണ്ടുപേരും സ്കാറിനെ പിടിക്കാൻ തീരുമാനിച്ചു. വെടിയേറ്റ് അവശനായി നിന്ന സ്കാറിനെ എഡ്വേർഡ് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ നോക്കിയെങ്കിലും അവന് പറ്റിയില്ല. ഒടുവിൽ ബ്രദേഴ്സ് രണ്ടുപേരും ഒരുമിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. പെട്ടെന്ന് നമ്മുടെ മെയ്ചാങ് ചാടി വന്ന് അൽഫോൺസിനെ ചവിട്ടി എറിഞ്ഞു. അത് കണ്ട് അന്തം വിട്ട് നിന്ന് എഡ്വേർഡിനും കിട്ടി ഒരു ചവിട്ട്. എന്ത് വില കൊടുത്തും സ്കാറിനെ രക്ഷിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചിരുന്നു. അപ്പോഴേക്കും ഒരു ബറ്റാലിയൻ മിലിറ്ററി വന്ന് അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മെയ് പെട്ടെന്ന് കുറച്ച് കുനായികളെടുത്ത് ഒരു കൽക്കരി ടാങ്കിലേക്ക് എറിഞ്ഞു. അതേപോലെ കുറച്ച് കുനായികളെടുത്ത് നിലത്ത് കുത്തി നിർത്തിയിട്ട് അവൾ തൻ്റെ ആൽക്കഹിസ്ട്രി ടെക്നിക്ക് അവിടെ യൂസ് ചെയ്തു. തൊട്ടടുത്ത നിമിഷം ആ കൽക്കരി ടാങ്ക് പൊട്ടിച്ചിതറി അവിടെ മുഴുവൻ കറുത്ത പുക പടർന്നു. ബ്രദേഴ്സും മിലിറ്ററിയും കണ്ണ് കാണാൻ പറ്റാതെ തപ്പി തടയുന്ന സമയം കൊണ്ട് മെയ്ചാങ് നമ്മുടെ സ്കാറിനെയും കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പായി. ഇതേ സമയം ലിങ്ങിനെയും ഗ്ലഡ്നിയെയും കൊണ്ട് കാറിൽ പറക്കുകയാണ് നമ്മുടെ ഹോക്കൈ. എത്രയും പെട്ടെന്ന് മിലിറ്ററിയുടെ കണ്ണിൽപ്പെടാതെ സീക്രട്ട് ബേസിൽ എത്താനാണ് ഈ പറപ്പിക്കൽ. പക്ഷേ പോകുന്ന വഴിയിൽ ലാൻഫാനെയും കൂടെ കൂട്ടണമെന്ന് ലിങ് വാശി പിടിച്ചു. എന്നാൽ അവർ പോകുന്ന റൂട്ട് മാറ്റിപ്പിടിക്കാൻ ഹോക്കൈ തയ്യാറായില്ല. ഒടുവിൽ ലാൻഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ലിങ് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഹോക്കൈ അവളുടെ അടുത്തേക്ക് വണ്ടി തിരിച്ചു. അങ്ങനെ സിറ്റിയുടെ ഉള്ളിലേക്ക് ഹോക്കൈ വണ്ടി ഓടിച്ച് കയറ്റുന്ന സമയത്ത് നമ്മുടെ ബ്രാഡ്ലിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വണ്ടിയിലിരിക്കുന്നത് മസ്താങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ഹോക്കൈ ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി. മസ്താങ്ങും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മണത്തറിഞ്ഞ ബ്രാഡ്ലി എത്രയും പെട്ടെന്ന് അവനെ ഡീൽ ചെയ്യാൻ തീരുമാനിച്ചു. ഇതേ സമയം സിറ്റി മുഴുവൻ മിലിറ്ററി സ്കാറിനെ തിരയുകയാണ്. അപ്പോൾ സിറ്റിയുടെ ഒരു കോണിൽ നമ്മുടെ മെയ്ചാങ് അവളുടെ ആൽക്കഹിസ്ട്രി ഉപയോഗിച്ച് സ്കാറിൻ്റെ മുറിവ് ഹീലാക്കുകയായിരുന്നു. മുറിവ് ഉണങ്ങിയതും സ്കാറും യോക്കിയും അവിടെ നിന്ന് പോകാനൊരുങ്ങി. പക്ഷേ അപ്പോഴും മെയ്ചാങ് അവിടെ മൊത്തം എന്തോ പരതുകയായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ അവളുടെ പെറ്റായ ഷാവോ മെയ് എന്ന പാണ്ടക്കുട്ടി ഇപ്പോൾ മിസ്സിംഗ് ആണ്. അതെങ്ങോട്ട് പോയതാണെന്നോർത്ത് മെയ് വല്ലാണ്ട് ടെൻഷനായി. ഇതേ സമയം ബ്രദേഴ്സ് ഒരു കാറിൽ കയറി തങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് തിരികെ പോവുകയായിരുന്നു. അപ്പോൾ അൽഫോൺസിന് അവൻ്റെ ആർമറിനുള്ളിൽ നിന്നും നമ്മുടെ ഷാവോ മെയ്യെ കിട്ടി. ഇതെവിടെ നിന്ന് വന്നതാണെന്ന് ബ്രദേഴ്സിന് മനസ്സിലായില്ല. എന്തായാലും അതിനെ കളഞ്ഞേക്കാൻ എഡ്വേർഡ് അൽഫോൺസിനോട് പറഞ്ഞു. പക്ഷേ ആ പാണ്ടക്കുട്ടിയുടെ ക്യൂട്ട്നെസ് കണ്ട അൽഫോൺസ് അതിനെ വളർത്താൻ തീരുമാനിച്ചു. ആദ്യം ഷാവോമയെ അൽഫോൺസിൻ്റെ വിരലിൽ കടിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുവെങ്കിലും പതിയെ പതിയെ അത് അൽഫോൺസിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പോകുന്ന വഴിയിൽ ബ്രദേഴ്സ് വിൻട്രിയെ കൂട്ടാൻ വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇറങ്ങി. വിൻട്രിയെ കാണാൻ അകത്ത് കയറിയ ബ്രദേഴ്സ് അവളുടെ ഒപ്പം കിങ് ബ്രാഡ്ലി ഇരിക്കുന്നത് കണ്ട് ഞെട്ടി. സാർ എന്താ ഇവിടെയെന്ന് അൽഫോൺസ് ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ വിൻട്രിക്ക് കമ്പനി കൊടുക്കാൻ വന്നതാണെന്ന് ബ്രാഡ്ലി മറുപടി പറഞ്ഞു. സിറ്റി മുഴുവൻ അപകടം നിറഞ്ഞതാണെന്നും അതിൽ നിന്നെല്ലാം വിൻട്രിയെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ബ്രദേഴ്സിനോട് പറഞ്ഞിട്ട് ബ്രാഡ്ലി അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. ബ്രാഡ്ലി പോയ ഉടനെ നമ്മുടെ ബ്രദേഴ്സ് വിൻട്രിയെയും കൂട്ടി തിരികെ റൂമിലേക്ക് പോകാനിറങ്ങി. അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് വിൻട്രി അപ്പോഴും മൂഡ് ഓഫ് ആയിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് എഡ്വേർഡിനും ആകെ സങ്കടം തോന്നി. അങ്ങനെ അവർ ലോഡ്ജിൽ തിരിച്ചെത്തിയപ്പോൾ വിൻട്രിക്ക് ഡബ്ലറ്റിൽ നിന്നും ഒരു കോൾ വന്നു. ഡബ്ലറ്റിൽ അവൾ ജോലി ചെയ്തിരുന്ന ഓട്ടോമൊബൈൽ ഷോപ്പിൻ്റെ ഉടമസ്ഥനായ മിസ്റ്റർ ഗാർഫീൽഡാണ് അവളെ വിളിച്ചത്. പുള്ളിയുടെ ഷോപ്പിൽ വിൻട്രിയെ അന്വേഷിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ ഡബ്ലറ്റിലെ ഓട്ടോമൊബൈൽ മെക്കാനിക്സിൻ്റെ ഇടയിൽ വിൻട്രിക്ക് ഇപ്പോൾ നല്ല പേരാണ്. വിൻട്രിയുടെ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും തങ്ങളുടെ ഓട്ടോമൊബൈൽ ബോഡി പാർട്സ് ശരിയാക്കാൻ വേണ്ടി വിൻട്രിയോട് തിരിച്ചു വരാൻ അപേക്ഷിക്കുകയാണ്. അവരുടെ എല്ലാം സ്നേഹം അറിഞ്ഞപ്പോൾ വിൻട്രിയുടെ മനസ്സ് തണുത്തു. അവൾ ഡബ്ലറ്റിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു. തൽക്കാലം അവൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് എഡ്വേർഡും കരുതി. അന്ന് വൈകുന്നേരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ബ്രദേഴ്സ് രണ്ടുപേരും വിൻട്രിയെ യാത്രയാക്കാനെത്തി. പോകുന്നതിന് മുൻപ് വിൻട്രി എഡ്വേർഡിനെ പിടിച്ചു നിർത്തി കുറേ ഉപദേശിച്ചു. അതും കേട്ട് പോകാൻ തുടങ്ങിയ എഡ്വേർഡ് പെട്ടെന്ന് വിൻട്രിയോട് പറഞ്ഞു, വിൻട്രി, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ ഇനി ആരും കരയിക്കില്ല. ഇനി ഒരിക്കൽ കൂടി നിന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് സന്തോഷ കണ്ണീർ കൊണ്ടായിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. എഡ്വേർഡ് ഇത് പറഞ്ഞപ്പോൾ വിൻട്രിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ തിരികെ നടന്നു പോകുന്നത് ഒരു പുഞ്ചിരിയോടെ അവൾ നോക്കി നിന്നു. അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ ആ ട്രെയിനിൽ വെച്ച് വിൻട്രി മനസ്സിലാക്കി അവൾ പോലും അറിയാതെ അവൾ എഡ്വേർഡിനെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. വിൻട്രിയെ യാത്രയാക്കിയിട്ട് ബ്രദേഴ്സ് റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിയപ്പോൾ നമ്മുടെ കേണൽ മസ്താങ് ഒരു കാറും കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് അവരോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ബ്രദേഴ്സിനെയും കൊണ്ട് അവൻ നേരെ പോയത് അവൻ്റെ സുഹൃത്തും റിട്ടയേർഡ് സർജനുമായിരുന്ന ഡോക്ടർ നോക്സിൻ്റെ വീട്ടിലേക്കാണ്. ലാൻഫാനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ നോക്സിനെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് മസ്താങ് അവിടെ ചെന്നത്. റിട്ടയേർഡ് ആയതുകൊണ്ട് തന്നെ നോക്സ് ആദ്യം മസ്താങ്ങിൻ്റെ ആവശ്യം നിരസിച്ചുവെങ്കിലും അവൻ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പുള്ളി അവരുടെ കൂടെ പോകാൻ സമ്മതിച്ചു. അവിടെ നിന്ന് മസ്താങ് അവരെ നേരെ കൊണ്ടുപോയത് അവൻ്റെ സീക്രട്ട് ബേസിലേക്കാണ്.
സിറ്റിക്ക് പുറത്തെ കാടിൻ്റെ നടുവിലുള്ളൊരു വീടാണത്. അവിടെ വച്ച് ഡോക്ടർ നോക്സ് ലാൻഫാനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളി ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യുന്ന സർജറി ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. വേദന കടിച്ചു പിടിച്ചുകൊണ്ടുള്ള ലാൻഫാൻ്റെ കരച്ചിൽ ആ വീട് മൊത്തം അലയടിച്ചു. ഇതൊക്കെ കേട്ട് പുറത്തിരിക്കുകയായിരുന്ന ലിങ് ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരുന്നു. ലാൻഫാൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ താനാണെന്ന കുറ്റബോധം അവനെ ആകെ തളർത്തി. ലിങ്ങിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ബ്രദേഴ്സിനും അറിയില്ലായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് ലാൻഫാന് ബോധം വന്നു. ഉണർന്ന പാടെ അവൾ അടുത്ത് നിൽക്കുന്ന എഡ്വേർഡിനെ കണ്ടു. എഡ്വേർഡിൻ്റേതുപോലെ ഒരു ഓട്ടോമയിൽ കൈ തനിക്കും വേണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു. നിന്റെ മുറിവുണങ്ങിയാലുടനെ വിൻട്രിയെക്കൊണ്ട് പുതിയൊരു ഓട്ടോമയിൽ ഉണ്ടാക്കിക്കാമെന്ന് എഡ്വേർഡ് അവൾക്ക് വാക്കുകൊടുത്തു. ഈ സമയം പുറത്ത് നമ്മുടെ ലിങ്ങും മസ്താങ്ങും സംസാരിക്കുകയായിരുന്നു. ലാൻഫാൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതിന് ലിങ് മസ്താങ്ങിനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് അവൻ മസ്താങ്ങിനെ കൊണ്ടുപോയി ഗ്ലട്നിയെ കാണിച്ചു കൊടുത്തു. ഗ്ലട്നി ഇപ്പോൾ ആ ഇരുമ്പ് വയറിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ആ ജന്തുവിനെ കണ്ട അന്തം വിട്ടുപോയ ഡോക്ടർ നോക്സിനോട് മസ്താങ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഈ ഹൊമങ്കിലസുകൾക്ക് മിലിറ്ററിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് മസ്താങ് പറഞ്ഞപ്പോൾ ലിങ് അത് തിരുത്തി. വെറുമൊരു ബന്ധം മാത്രമല്ലെന്നും ഈ മിലിറ്ററിയെ നയിക്കുന്ന ബ്രാഡ്ലി തന്നെ ഒരു ഹൊമങ്കിലസ് ആണെന്നുമുള്ള സത്യം അവൻ എല്ലാവരോടും പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ആർക്കും അത് വിശ്വസിക്കാനായില്ല. പക്ഷേ ബ്രാഡ്ലിയുടെ കണ്ണിലെ ടാറ്റുവിനെ പറ്റി ലിങ് പറഞ്ഞപ്പോൾ അത് എല്ലാവർക്കും ഉറപ്പായി. പക്ഷേ ഹൊമങ്കിലസുകൾക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെങ്ങനെയാണ് ഹൊമങ്കിലസായ ബ്രാഡ്ലിക്ക് ഒരു മകൻ ഉണ്ടായത്? അൽഫോൺസിൻ്റെ ഈ സംശയത്തിന് മറുപടി പറഞ്ഞത് നോക്സാണ്. ബ്രാഡ്ലിയുടെ മകനായ സലീം അയാളുടെ ദത്തുപുത്രനാണ്. കാര്യങ്ങളൊക്കെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ബ്രാഡ്ലി ഒരു ഹൊമങ്കിലസ് ആണെന്ന് കൺഫേമായി. എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മസ്താങ്ങിന് അതൊരു ഗോൾഡൻ ചാൻസ് ആണെന്നാണ് തോന്നിയത്. ആദ്യം മുതലേ ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകണമെന്ന് തീരുമാനിച്ച അവന് ഇപ്പോഴുള്ള പ്രസിഡന്റ് മനുഷ്യനല്ല എന്നുള്ള ഇൻഫർമേഷൻ ഒരു ആയുധം തന്നെയാണ്. ഗ്ലട്നിയിൽ നിന്നും കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അവൻ്റെ ഉള്ളിലെ ഫിലോസഫർ സ്റ്റോൺ കൊണ്ട് ജീനിൻ്റെ കാൽ നേരെയാക്കാൻ മസ്താങ് തീരുമാനിച്ചു. പക്ഷേ ഗ്ലട്നിയെ പിടിച്ചത് താനാണെന്നും അതുകൊണ്ട് ആ ഫിലോസഫർ സ്റ്റോൺ തനിക്ക് വേണമെന്നും ലിങ് വാശി പിടിച്ചു. അങ്ങനെ അവിടെ രണ്ടുപേരും കൂടി തർക്കമായി. ഈ സമയത്ത് ലിങ് മസ്താങ്ങിൻ്റെ പേര് വിളിച്ചത് ഗ്ലട്നി കേട്ടു. ലെഫ്റ്റിനെ കൊന്ന മസ്താങ്ങിനെ ആദ്യമായിട്ടാണ് അവൻ നേരിൽ കാണുന്നത്. അവനെ കണ്ട ഗ്ലട്നി പ്രതികാരവും ദേഷ്യവും കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവൻ്റെ ശരീരം പെട്ടെന്ന് വലുതായി. അവനെ കെട്ടിവച്ചിരുന്ന ഇരുമ്പ് കയർ വലിഞ്ഞ് മുറുകി. മസ്താങ്ങിൻ്റെ പേര് വിളിച്ച് അലറിക്കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അവൻ്റെ വയറ് കീറിക്കൊണ്ട് ഒരു വാ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണ് തെളിഞ്ഞു വന്നു. ഈ കാഴ്ച കണ്ട് എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ പൊട്ടിത്തെറിയിൽ വീടിൻ്റെ ഒരു ഭാഗം തന്നെ തകർന്ന് തെറിച്ചു. അത്രയും നേരം വീടിൻ്റെ പുറത്ത് കാവൽ നിന്നിരുന്ന ലെഫ്റ്റനന്റ് ഹോക്കൈ ഈ ബ്ലാസ്റ്റ് കണ്ട് ആകെ പകച്ചു നിന്നുപോയി.